ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിൽ സ്വലാത്ത് ചൊല്ലുന്നതിന്റെ മഹത്വങ്ങൾ ധാരാളം പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചില കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ഇമാം ഷാറാനി റഹ്മത്തുള്ളാഹി അലൈഹി ലവാഖിഉൽ അൻവാറിൽ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ഇനിയും അദ്ദേഹം അതിന്റെ മഹത്വങ്ങൾ പറഞ്ഞുകൊണ്ട് തുടർന്ന് പറയുന്ന കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. മഹാനവറുകൾ പറയുകയാണ്, വമിൻഹാ തക്ഫീറുൽ ഖതായ, സ്വലാത്തുകൾ ചൊല്ലുന്നവന്റെ ദോഷങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുന്നതാണ്. അള്ളാഹു ദോഷങ്ങൾ ഇങ്ങനെ പുറത്തുകൊണ്ടിരിക്കും. വതസ്കിയത്തുൽ അഅമാൽ, അവന്റെ കർമ്മങ്ങൾ പ്രവർത്തനങ്ങൾ ശുദ്ധമായിരിക്കും, ആത്മാർത്ഥതയുള്ള പ്രവർത്തനങ്ങളായി മാറും. നന്മകൾ മാത്രമേ അവനിൽ നിന്നും വരികയുള്ളൂ സ്വലാത്ത് ചൊല്ലുന്നവനാണെങ്കിൽ. നമ്മുടെ മക്കളാവട്ടെ കുടുംബമാവട്ടെ, നമ്മൾ അവരെ കൊണ്ട് സ്വലാത്ത് ചൊല്ലിപ്പിച്ചാൽ അവരുടെ നന്മകൾ, അവർക്ക് നന്മകളെ ചെയ്യാൻ കഴിയുകയുള്ളൂ. ശുദ്ധമായ നന്മകളാ ചെയ്യൂ. റഫുദ്ദറജാത്ത്, അള്ളാഹുവിന്റെ അടുക്കലും ദുനിയാവിലും ഉന്നതമായ സ്ഥാനങ്ങൾ അള്ളാഹു അവനെ ഉയർത്തിക്കൊണ്ടിരിക്കും. അതുപോലെ അവൻ ചൊല്ലുന്ന സ്വലാത്ത് പോലും അവന് വേണ്ടി പൊറുക്കൽ തേടും. അപ്രകാരം കിതാബത്തു ഖിറാഅത്തി മിനൽ അജ്രി മിസ്ലു ജബലി ഉഹദിൻ, സ്വലാത്ത് ചൊല്ലുന്നവന് ഉഹദ് മലയോളം പ്രതിഫലം, അള്ളാഹു ഉഹദ് മലയുടെ അത്രയും വലുപ്പമുള്ള പ്രതിഫലം അള്ളാഹു അവൻ എഴുതുന്നതാണ്. അതുപോലെ കിഫായത്ത് അംരി ദുനിയാ വൽ ആഖിറ ലിമൻ ജഅല സ്വലാത്തഹു കുല്ലഹാ അലൈഹി, ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും സർവകാര്യങ്ങളും അള്ളാഹു അവന് നടപ്പാക്കി കൊടുക്കുന്നതാണ്. അതുപോലെ ദോഷങ്ങൾ മായ്ക്കപ്പെടുന്നതാണ്. സ്വലാത്ത് ചൊല്ലുക എന്നത് അടിമകളെ മോചിപ്പിക്കുന്നത് വലിയ ശ്രേഷ്ഠമുള്ള കാര്യമാണ്. പലപ്പോഴും ചില തിന്മകൾ ചെയ്താൽ അവന്റെ കഫാറത്തായി അടിമമോചനത്തെ വെച്ചത് കാണാം, നിർബന്ധ ബാധ്യതയായി വെച്ചത് കാണാം. ആ അടിമയെ മോചിപ്പിക്കുന്നതിനേക്കാളും പുണ്യം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വലാത്ത് ചൊല്ലുന്നതിനുണ്ട്. അതുപോലെ എല്ലാ ദുരന്തങ്ങളിൽ നിന്നും, ദുനിയാവിലെ ദുരന്തവും ഖബറിലെ പ്രയാസങ്ങളും ആഖിറത്തിലെയും സിറാത്ത് പാലത്തിലെയും നരകത്തിന്റെയും മഹ്ശറയുടെയും എല്ലാവിധ ദുരന്തങ്ങൾ, പ്രയാസങ്ങൾ, ദുഃഖങ്ങളിൽ നിന്നും അവൻക്ക് രക്ഷ കിട്ടുന്നതാണ്. ഷഹാദത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിഹാ യൗമൽ ഖിയാമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവൻക്ക് വേണ്ടി ഖിയാമത്ത് നാളിൽ സാക്ഷി നിൽക്കുന്നതാണ്. വവുജൂബു ശഫാഅ, അല്ലാഹുവിന്റെ റസൂലിന്റെ ശുപാർശ അവൻക്ക് വാജിബാകുന്നതാണ്, നിർബന്ധമായും ലഭിക്കുന്നതാണ്. സ്വലാത്തുകൾ ചൊല്ലുന്നവൻക്ക് മുത്തുനബിയുടെ ശുപാർശ ലഭിക്കും. അതുപോലെ അള്ളാഹുവിന്റെ പൊരുത്തം റഹ്മത്തും ലഭിക്കുന്നതാണ്, അള്ളാഹുവിന് ഇഷ്ടമുള്ളതാണ്. അള്ളാഹുവിന്റെ റഹ്മത്ത് അവന് കുത്തിച്ചൊരിച്ചു നൽകുന്നതാണ്. വല്ലമാനു മിൻ സഖതിഹി, അള്ളാഹുവിന്റെ കോപത്തെ തൊട്ട്, അള്ളാഹുവിന്റെ ദേഷ്യത്തെ തൊട്ട്, അള്ളാഹുവിന്റെ ശിക്ഷയെ തൊട്ട്, അള്ളാഹുവിന്റെ ക്രോധത്തെ തൊട്ട് അവന് സുരക്ഷിതത്വം ലഭിക്കുന്നതാണ്. അതുപോലെ അർശിന്റെ ലില്ല്, അർശിന്റെ നിഴലിന്റെ താഴെ അവനെ അള്ളാഹു പ്രവേശിപ്പിക്കും. ഒരു ചാണ് അകലെ സൂര്യൻ നിൽക്കുന്ന ഘട്ടം, വിയർപ്പിൽ മുങ്ങുന്ന ഘട്ടം, സ്വലാത്തുകൾ ചൊല്ലുന്നവൻക്ക് അർശിന്റെ നിഴൽ അള്ളാഹു അതിൽ പ്രവേശിപ്പിക്കുന്നതാണ്. ഇങ്ങനെ ധാരാളം മഹത്വങ്ങൾ മഹാന്മാര് പറയുകയാണ്. ഇൻഷാ അല്ലാഹ് ബാക്കി മഹത്വങ്ങൾ ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസങ്ങളിൽ നമുക്ക് സംസാരിക്കണം. ഇങ്ങനെ എന്തെല്ലാം പുണ്യങ്ങളുണ്ടോ അതെല്ലാം മുത്തുനബിയുടെ മേൽ സ്വലാത്ത് കൊണ്ട് ലഭിക്കും. അതുകൊണ്ട് നമ്മുടെ നടത്തവും ഇരുത്തവും പോക്കും വരവും സമയങ്ങളും കഴിയുന്നത് പോലെ സ്വലാത്തുകളിൽ മുഴുകണം എന്ന് എന്നോടും നമ്മെ എല്ലാവരോടും ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു ഭാഗ്യം നൽകട്ടെ. അസ്സലാമു അലൈക്കും.